പ്രദേശത്ത് ജനിച്ച ബഹുമാനപ്പെട്ട ഖിയാസുദ്ദീൻ എന്നവരുടെയും മാഹിനൂർ എന്ന് പറയുന്നവരുടെയും മകനായി ജനിച്ച ഇറാൻകാരനായ ഹസൻ എന്നു പേരുള്ള മോൻ പിന്നെങ്ങനെയാണ് സുൽത്താനുൽ ഹിന്ദും മൊഈനുദ്ദീനും ഗരീബ് നവാസും ഒക്കെയായി മാറിയത്? ഇതിന്റെ പിന്നിൽ വിശാലമായ ചരിത്രങ്ങൾ കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ പേര് തന്നെ ഹസൻ എന്നാണ്. മൊഈനുദ്ദീൻ എന്ന നാമകരണം ചെയ്തത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഞ്ചറുകാരനായ ഇറാനിലെ സഞ്ചറുകാരനായ ഖാജ തങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിലെ അജ്മീറുകാരനായി പിന്നീട് ലോകത്തറിയപ്പെടുന്നതിന് കാരണക്കാരൻ ശഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുകയും അവിടുത്തെ പരമ്പരയിലായി ജനിക്കുകയും സയ്യിദ് കുടുംബത്തിൽ ജനിക്കുകയും ചെയ്ത മോനാണ് ഹസൻ എന്ന് പറയുന്ന മകൻ. പണ്ടുകാലം മുതലേ നല്ലവരായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു ശീലം പണ്ടുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് തഹ്നീക്ക് എന്ന് പറയുന്നത് പ്രത്യേകം സുന്നത്തായി കഴിക്കുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് മധുരം ചവപ്പിച്ച് അവരുടെ ഉമിനീരുമായി കൂടിക്കലർന്ന ആ മധുരം ഒരു കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ നല്ല സ്വഭാവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ്. ഇതേപോലെ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടെ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ